ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്നാണ് സുരേഷ് ഗോപിയുടേത്. ഏറെ വിവാദങ്ങളും വാക്പോരുകളും എല്ലാം പല കാര്യങ്ങളിൽ ഉയർന്ന വിഷയമായിരുന്നു. എല്ലാ പ്രവചനങ്ങളെയും തോൽപ്പിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയതാകട്ടെ മിന്നുന്ന ജയവും. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വലിയ പാഠമാണ് ഈ ജൈത്രയാത്ര. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാകുന്നത്? താമര വിരിയിച്ച സിനിമാ താരം നേടിയ അത്ഭുത ഭൂരിപക്ഷം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പാഠമാകുന്നത്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സുരേഷ് ഗോപി എന്ന സിനിമാ സൂപ്പർ സ്റ്റാർ എതിരാളികളെ സ്തബ്ധരാക്കി രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ ഐക്കണാകുന്നത്. പരിശോധിക്കാം. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുൻപുള്ള സുരേഷ് ഗോപി വില്ലൻ വേഷങ്ങളിലൂടെ ചുവടുറപ്പിച്ച് നായകതുല്യ കഥാപാത്രങ്ങളിലൂടെ വളർന്ന് ഏകലവ്യനിലൂടെ സൂപ്പർ താരമായ നടൻ. കരുണാകരന്റെ കാലത്ത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹം അന്ന് മലയാള പത്രങ്ങളുടെ വാർത്തയായിരുന്നു. ഇ.കെ. നായനാരുമായുള്ള ആത്മബന്ധം. അങ്ങനെ കേരളത്തിലെ പ്രമുഖ മുന്നണി നേതാക്കളുടെ പ്രിയപ്പെട്ട സൗഹൃദ വലയത്തിലായിരുന്നു എന്നും സുരേഷ് ഗോപി. CPM-നോടോ കോൺഗ്രസിനോടോ ആഗ്രഹം പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും സീറ്റ് ലഭിക്കാവുന്ന പരുവത്തിൽ. പക്ഷെ സുരേഷ് ഗോപി തെരഞ്ഞെടുത്തത് കാവ്യരാഷ്ട്രീയം, അതും നരേന്ദ്രമോദിയോടുള്ള കടുത്ത ആരാധനയിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ ആദ്യ അംഗം. തൃശൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി. പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പിനും ഇടയിലുള്ള ചുരുക്കം ദിവസങ്ങൾ മാത്രം മണ്ഡലത്തിൽ പ്രവർത്തനത്തിന് സമയം. സുരേഷ് ഗോപിയെ പക്ഷെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശബരിമല തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിന്റെ ഗുണം കോൺഗ്രസ് കൊണ്ടുപോയപ്പോൾ 3ാം സ്ഥാനത്തായി സുരേഷ് ഗോപി. പക്ഷേ 2,93,000 വോട്ട് നേടി BJP സ്ഥാനാർത്ഥി വരവറിയിച്ചു. രാജ്യസഭാ MP-ആയി മോദിയുടെ നേരിട്ടുള്ള നിയമനം. തൃശൂരിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ. വാഗ്ദാനങ്ങൾ നിരവധി നൽകി തൃശൂരിൽ സജീവമായ താരം പിന്നീട് മണ്ഡലം വിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം വന്നതോടെ തൃശൂരിൽ തന്നെ അംഗം. പാർട്ടി പ്രവർത്തകർ കൈമൈ മറന്ന് അധ്വാനിച്ചിട്ടും CPI-യിലെ K. ബാലചന്ദ്രനും പത്മജ വേണുഗോപാലിനും പിന്നിൽ 3ാം സ്ഥാനം മാത്രം. ആ തോൽവിക്ക് ശേഷമാണ് യഥാർത്ഥ സുരേഷ് ഗോപിയെയും എണ്ണയിട്ട യന്ത്രം പോലെയുള്ള BJP പ്രവർത്തനവും കേരളം കണ്ടത്. കൈമൈ മറന്നുള്ള അധ്വാനത്തിൻ്റെ നാളുകൾ. താമസം പൂർണ്ണമായും തൃശൂരിൽ. അഴിഞ്ഞുകിടന്ന പാർട്ടി സംവിധാനത്തെ കൂട്ടിക്കെട്ടി കേഡർ രീതിയിലെത്തിക്കാനുള്ള അശ്രാന്ത പരിശ്രമം. 2021 ഒരു ഏപ്രിൽ മാസം മുതലാണ് കൃത്യമായും സുരേഷ് ഗോപി തൃശൂർ ഇങ്ങെടുക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങിയത്. പാർട്ടിയിലെ ബൂത്ത് ഭാരവാഹികളെ നേരിട്ട് സന്ദർശിച്ച് സംസാരിക്കുക, പ്രാദേശിക ദേവാലയങ്ങളിലെത്തുക, അങ്ങനെ എല്ലാ തട്ടുകളിലും ബന്ധം ഊട്ടിയുറപ്പിച്ചുള്ള സിനിമാ താരമെന്നുള്ള പ്രൗഢിയിൽ നിന്ന് വിണ്ണിലിറങ്ങിയ നായകന്റെ പുതിയ പരിവേഷം. 3 വർഷം കൊണ്ട് സുരേഷ് ഗോപി എത്താത്ത ഒരു പ്രദേശവുമില്ല തൃശ്ശൂരിൽ. കുടുംബയോഗങ്ങളുമായി കളം പിടിച്ചു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞു. പരിഹരിക്കാവുന്നവ ആ സ്പോട്ടിൽ പരിഹരിച്ചു. പതിവ് രാഷ്ട്രീയ പരിപാടികൾക്കപ്പുറം ജനങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പരിപാടികൾ തൃശ്ശൂർക്കാർക്ക് പുതുമയായി. മണ്ഡലത്തിലെ പ്രധാന സാന്നിധ്യമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സുരേഷ് ഗോപി പ്രതീക്ഷ നൽകി. തുടർച്ചയായ നരേന്ദ്രമോദിയുടെ വരവ്, സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് കേരളത്തിലെ മോദിയുടെ പ്രിയപ്പെട്ട ആളെന്ന പ്രതീതിയുണ്ടാക്കി. ഇതിനിടെയാണ് കേസുകളുടെയും സോഷ്യൽ മീഡിയ അറ്റാക്കിൻ്റെയും കുത്തൊഴുക്കുണ്ടായത്. സുരേഷ് ഗോപി കളം പിടിക്കുന്നു എന്നറിഞ്ഞ് എതിരാളികൾ ഇത്തരം മാർഗങ്ങളിലൂടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണമാണ് ക്ലച്ച് പിടിച്ചത്. ഒരു തരത്തിൽ ഈ കേസുകളും അപമാനിക്കലുകളും സ്ത്രീകൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും സുരേഷ് ഗോപിയുടെ പ്രിയം കൂട്ടിയെന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാട്ടി. ലൂർദ് മാതാവിന് കിരീടം നൽകിയതിനെ പോലും മോശമായി ചിത്രീകരിക്കാൻ നടന്ന ശ്രമം കേരളീയ സമൂഹത്തിന് സുരേഷ് ഗോപിയോടുള്ള സിമ്പതി കൂട്ടി. ഒരുപക്ഷേ സുരേഷ് ഗോപി ഏറ്റവും വലിയ മത്സരം നേരിട്ടത് ഇത്തവണയാകാം. ഒരു വശത്ത് കോൺഗ്രസിന്റെ ജയൻ കില്ലർ മുരളീധരനും മറുവശത്ത് ഇടതുപക്ഷത്തിന്റെ ജനകീയ മുഖം സുനിൽകുമാറും. ഇതിനൊക്കെ അപ്പുറം ശരവർഷം പോലെയുള്ള ആരോപണങ്ങൾ, സൈബർ അറ്റാക്കുകൾ. ഒടുവിൽ ഫലം വന്നപ്പോൾ തൃശൂർ സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തി. BJP-ക്കാർ പോലും സ്വപ്നം കാണാതിരുന്ന ഭൂരിപക്ഷത്തിൽ ഹൃദയത്തിലെടുത്ത തൃശൂരിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമെന്ന ജയത്തിനു ശേഷമുള്ള പ്രഖ്യാപനത്തിന് കഠിനാധ്വാനത്തിൻ്റെയും മധുരപ്രതികാരത്തിൻ്റെയും സ്വരമുണ്ടായിരുന്നു.